അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ സമയം വരെ നമ്മുടെ പ്രിയപ്പെട്ട അവതാര റിപ്പോർട്ടർമാർ നാടിന്റെ മുക്കുമൂലകളിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ സ്പന്ദനം അറിയാനുള്ള യാത്രയിലാണ്. നിങ്ങളെല്ലാം അത് കാണുന്നുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നറിയാവും, മാമലകൾ ഉള്ള പേരറിയാത്ത വൻമരങ്ങളുള്ള രാഷ്ട്രീയ വൻമരങ്ങൾ വാഴുന്ന ഹൈറേഞ്ചിലേക്ക്, ഇടുക്കിയിലേക്ക് ദേവികുളത്ത് നിന്നിരുന്നു പ്രവിത ലക്ഷ്മി. പ്രവിത, അപ്പോൾ ദേവികുളം എന്താണ് അവസാന വട്ട രാഷ്ട്രീയ സ്പന്ദനം? എന്താണ് സ്ഥാനാർത്ഥികളുടെ മുന്നിലുള്ള പ്രതീക്ഷ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ ദേവികുളം മണ്ഡലത്തിലാണ്. ഇവിടുത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന മൂന്നാർ ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മൂന്നാർ ടൗണിലെ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മൂന്നാറിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ രാഷ്ട്രീയ ചർച്ച തന്നെയാണ് നമ്മൾ ഈ മാർക്കറ്റിൽ വന്നപ്പോൾ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. 3 രാജമാർ തമ്മിലുള്ള മത്സരമാണ് ഈ മണ്ഡലത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. LDF-ന് വേണ്ടി എ രാജ നിലവിലെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹമാണ് ശക്തമായ പോരാട്ടം നടത്താനായി ഇപ്പോൾ ഈ മണ്ഡലത്തിൽ മത്സരിക്കാനിരിക്കുന്നത്. മറ്റൊന്ന് UDF-ന് വേണ്ടി F രാജ, അതോടൊപ്പം തന്നെ CPIM വിട്ട് BJP-യുമായി ചേർന്ന S രാജേന്ദ്രൻ, അദ്ദേഹം മുൻ MLA കൂടിയായിരുന്നു. അദ്ദേഹവും ഈ മണ്ഡലത്തിൽ BJP-യുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യമാണ്. S രാജേന്ദ്രനിൽ നിന്ന് തുടങ്ങിയാൽ അദ്ദേഹം മുൻപ് CPIM-ന് വേണ്ടി ഒരുപാട് വോട്ടുകൾ പിടിക്കുകയും ഇവിടെ LDF-ന് വേണ്ടി എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ പിന്നീട് എ രാജയെ 2021-ൽ മത്സരിപ്പിച്ചുവെന്ന കാരണത്താൽ അദ്ദേഹം പാർട്ടിയിൽ വിമത സ്വരം ഉയർത്തുകയും പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകലം പാലിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം BJP മെമ്പർഷിപ്പ് സ്വീകരിച്ച് BJP-ക്കായി ഇപ്പോൾ മത്സരിക്കാൻ ഇറങ്ങി എന്നുള്ളതാണ്. F രാജ തോട്ടം മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ UDF മത്സരത്തിനായി ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് തോട്ടം മേഖലയിലുള്ള സ്വാധീനം വലിയ രീതിയിൽ വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ അത് UDF-നെ സംബന്ധിച്ചുണ്ട്. LDF-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിലെ സിറ്റിംഗ് MLA ആണ് എ രാജ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് LDF-നുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ 20 വർഷമായി ഇത് LDF-ന്റെ മണ്ഡലമാണ്. ആ തരത്തിൽ കൂടുതൽ വോട്ടുകൾ നേടാനാകുമെന്നുള്ള പ്രതീക്ഷ LDF-നും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ 3 പേരും തമിഴ് സംസാരിക്കുന്നവരാണ്. അതിന് ഈ 3 പേരെയും തീർച്ചയായും തമിഴ് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം വോട്ടർമാർ ഈ മൂന്നാറിലുണ്ട്. മൂന്നാർ ഉൾപ്പെടെയുള്ള ദേവികുളം മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഈ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ തമിഴ് ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു അനുകൂല സാഹചര്യമാക്കി മാറ്റാനാണ് ഈ പാർട്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഈ മാർക്കറ്റിലെ വോട്ടേഴ്സിനോട് ചോദിക്കാം എന്താണ് അവർക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന്. നമസ്കാരം ചേട്ടാ. சொல்லுங்க, തിരഞ്ഞെടുപ്പൊക്കെ വരുമല്ലേ, ആർക്കാ സാധ്യത? யாருக்கு சாதியான்னு இப்ப எப்படி சொல்ல முடியும்? எல்லாம் 3 பேரும் തമിഴ്ക്കാർ എല്ലാവരും മത്സരിക്കുന്നുണ്ട്. 3 രാജമാർ തമ്മിലാണ് മത്സരം. അതെ, ഇത് കറക്റ്റായിട്ട് ഇന്നും പറയാൻ പറ്റില്ല. ഇന്ന് കുറച്ച് ദിവസം ഉണ്ടല്ലോ, അതിൽ പിന്നെയാണ് தெரியும். ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ MLA? ഇപ്പോഴത്തെ MLA ആണെങ്കിൽ എങ്ങനെ, ഞാൻ മനസ്സിലായില്ല. MLA കൂടുതലും ഇവിടെ ടൗണിലേക്ക് വരുന്നില്ല. അതാ പ്രശ്നം ഉണ്ടാകുന്നത്. നേരത്തെ വോട്ട് ചോദിച്ചപ്പോൾ വന്നതാ ഈ മാർക്കറ്റിനകത്ത്, ഇപ്പോഴാണ് വന്നിട്ട് പോയത്. അത് ചിലർക്ക് ഇഷ്ടക്കുറവാണ്. അത് മേഖലയിൽ എല്ലായിടത്തിലും ഉണ്ട്. രാജ കൂടുതൽ ഈ ഭാഗത്തിൽ വന്നില്ല. അതാണ് തോട്ടം മേഖലയുമായി അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത് മാത്രമല്ല ഒരുപാട് തോട്ടം മേഖല കേന്ദ്രീകരിച്ചുള്ള വോട്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ നിലവിലെ MLA-ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ 2 ചേട്ടന്മാർ. നമസ്കാരം ചേട്ടാ. അപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? അതെ, ആദ്യം ഞാൻ SKN ഫാൻസ് ആണ്. രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് SKN എന്നൊക്കെ ചോദിക്കും. അല്ല, ഇപ്പൊ എന്താ പറയുന്നത്? അല്ല, തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ, എന്താണ് സാധ്യത? സാധ്യത F രാജയാണ്, UDF ആണ്. ഇവിടെ 20 കൊല്ലമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. ഇത്തവണ അത് മാറ്റം വരും ഉറപ്പായിട്ട്. എന്റെ വാർഡ് 4ാം വാർഡ് പള്ളിവാസല, എന്റെ വാർഡിൽ ജനിച്ച പുള്ളിയാണ്. അതുകൊണ്ട് പുള്ളി തന്നെ ഒരു വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതാണ്. ഒരു സൈഡിൽ എ രാജയുണ്ട്, മറ്റൊരു സൈഡിൽ S രാജേന്ദ്രനുണ്ട്. അപ്പൊ F രാജയ്ക്ക് എത്രത്തോളം വോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? F രാജയ്ക്ക് വൻ ഭൂരിപക്ഷം. പക്ഷെ എന്തുകൊണ്ടെന്നറിയാമോ? എ രാജ, അതിനു മുമ്പ് രാജേന്ദ്രൻ, എല്ലാവരും LDF ആണ് ഭരിച്ചത്. അത് 20 കൊല്ലമായിട്ട് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. മൂന്നാറിലെ ബസ് സ്റ്റാൻഡ് ഇല്ല, അല്ല സോറി, കേരളത്തിൽ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് മൂന്നാർ മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ വാഹന ട്രാഫിക് ജാം അതെല്ലാം മാറണമെങ്കിൽ ഇതാണ്. എല്ലാരും F രാജ ആണ് പറയുന്നത്. എല്ലാരും F രാജ. S രാജേന്ദ്രൻ ഒരു സാധ്യതയില്ലേ? ഇല്ല, F രാജ എല്ലാവരും
അതായത് അദ്ദേഹം പാർട്ടി മാറിയത് പ്രശ്നമായിട്ടുണ്ടോ? அப்படி இல்லை ரெண்டு டைமும் ஏ ராஜாவும் எம்எல்ஏ 5 வருஷம் உண்டு, ராஜேந்திரன் 15 வருஷம் உண்டு. இதுவரை 3 எந்த விவசாயம் செஞ்சிട്ടില്ല. இப்போ புதியதாக ஒரு ஆள் வரട്ടെ, എഫ് രാജ വരട്ടെ. അദ്ദേഹം പുതുമുഖമല്ലേ? പുതുമുഖം വരട്ടെ, പഴയ ആളേ വേണ്ടല്ലോ, പുതിയ ആൾ വരട്ടെ. അതെ ചേട്ടാ, എങ്ങനെയാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണല്ലോ, അപ്പം ഇവിടെ ആർക്കാ സാധ്യത? എസ് രാജേന്ദ്രൻ പാർട്ടി മാറി BJP-യിൽ ചേർന്നത് അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയാവും? അതെ നമ്മള് UDF ഈ വർഷം എഫ് രാജാക്കാണ് നമ്മളോട്. അതെ വരണം പുതിയ ആള് വരണം എന്നുള്ളതുകൊണ്ട്. പുതിയ ആളാണ്. അതെ LDF വേണ്ട. ഈ അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലാത്തതാണ്. അതെ ഇവിടെ വികസനം ഒന്നുമില്ല. ഇവിടെ പാലം കെട്ടിയിട്ടുണ്ട്, സ്കൂൾ കെട്ടിയിട്ടുണ്ട്, എന്തൊക്കെ നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഈ പണ്ടുള്ള ഈ രാജ ഇവിടെ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഇന്ന് തന്നെ ഞങ്ങൾ കണ്ടതാ ഇവിടെ മാർക്കറ്റകത്ത്. അതായത് നേരത്തെ വോട്ട് ചോദിക്കാൻ വന്ന് 2021 കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ടാ. അപ്പൊ അതാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് പറയാനുള്ളത്. രാജയെ 2021 വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ കണ്ടതാണ്, അതിനുശേഷം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു മാറ്റം വരണം എന്നുള്ളതാണ് ഇവർക്കൊക്കെ പറയാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ മൂന്നാർ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടൂറിസം കേന്ദ്രമാണ്, ലോകോത്തര ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ശോചനീയാവസ്ഥയുണ്ട് എന്നുള്ള ഇത് നമ്മളെ ഞെട്ടിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആർക്കാണ് സാധ്യത? ഇവരെല്ലാരും പറയുന്നത് രാജ പോരാന്ന്. ഇല്ല, LDF ചെയ്ത ക്ഷേമ പെൻഷൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ എന്താണ്? മണ്ഡലത്തിൽ രാജ വിജയിപ്പിക്കും ഉറപ്പായി. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര മോശാവസ്ഥയിലല്ലേ? റോഡൊക്കെ സാധനങ്ങൾ കോൺഗ്രസ്സുകാർ പോയി തെറ്റിദ്ധരിച്ച് അവരുടെ മുകളിൽ കേസ് കൊടുത്തത് കൊണ്ട് 4.5 വർഷം കേസിന് വേണ്ടി പുള്ളി ചെലവാക്കിയിട്ടുണ്ട്. കിട്ടത്തட்ட ഒരു 50 ലക്ഷം രൂപ കേസിന് വേണ്ടി ചെലവാക്കിയതാ പുള്ളി. ഇത് കോൺഗ്രസ്സുകാർ കാണിച്ച തെന്നാളിത്തനമ്മ. അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ ജീവിച്ചു. അപ്പൊ രാജ തന്നെ വരണം എന്നുള്ള അഭിപ്രായമാണ് ഇവർ പറയുന്നത്. ചേട്ടാ, എങ്ങനെയാണ്? എസ് രാജേന്ദ്രന് സാധ്യതയുണ്ടോ? രാജയാണ്. ഇവിടെ മുഴുവൻ പരാതിയാണല്ലോ രാജയുടെ പ്രവർത്തനം ഒട്ടും പോരാന്ന്. അല്ല, അങ്ങനെ ഒന്നുമില്ല. മൂന്നാറിൽ അങ്ങനെ ഒരു പരാതി ഒന്നുമില്ല. രാജന് തീർച്ചയായിട്ടും വരും. ഒരുപാട് വിനോദസഞ്ചാരികൾ ടൂറിസ്റ്റ് ഒക്കെ വരുന്ന സ്ഥലമല്ലേ, എന്നിട്ട് ഇവിടെ ഒരു വികസനം ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ ഹൈവേ ആയതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് രാജനെ തീർച്ചയായിട്ടും വരും. അപ്പൊ അതാണ് ആ ചേട്ടൻ പറയുന്നത്. നമുക്ക് ഈ മണ്ഡലത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ പ്രതിനിധി രാഹുൽ വിജയനിലേക്ക് പോവുകയാണ്. രാഹുൽ, ഇവിടെ ഇപ്പൊ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. രാജയുടെ പ്രവർത്തനം പോരാ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മൂന്നാറിലാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ആവശ്യത്തിന് വികസനം ഇല്ല എന്ന് ഒരു കൂട്ടർ പറയുന്നു, വികസനമുണ്ട് എന്ന് ഒരു കൂട്ടർ പറയുന്നു. അതേസമയം പാർട്ടി LDF വിട്ട് വന്ന എസ് രാജേന്ദ്രൻ BJP-യുടെ കൈപിടിച്ച് ഇവിടെ മത്സരിക്കുകയാണ് താമര ചിഹ്നത്തിൽ. അപ്പൊ എങ്ങനെയാണ് സാധ്യത? വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. എന്തായാലും തോട്ടം തൊഴിലാളികളുടെ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു മണ്ഡലം എന്ന് നിസ്സംശയം പറയാം. കാരണം ഇത് തോട്ടം മേഖലയും കാർഷിക മേഖലയും കൂടെ ചേരുന്നതാണ്. തോട്ടം മേഖലയിലെ വോട്ടുകൾ ആർക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയുന്നോ അവർ വിജയിച്ചു എന്നാണ് പൊതുവെ ഈ മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ പറയാനുള്ളത്. കാർഷിക മേഖലയിൽ എല്ലാവർക്കും UDF, LDF, NDA എന്ന് പറഞ്ഞ് ഫിക്സഡ് വോട്ടുണ്ട്. പക്ഷേ ഈ തോട്ടം മേഖലയിൽ അങ്ങനെയല്ല. വ്യക്തി അധിഷ്ഠിതമായിരിക്കും അവർ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. നമ്മുടെ പടയപ്പ് ഉൾപ്പെടെയുള്ള പ്രമുഖനായിട്ടുള്ള ആനകളൊക്കെ ഉള്ള മണ്ഡലമാണ്, ചക്കക്കൊമ്പനുള്ള മണ്ഡലമാണ്. അങ്ങനെ യാന ശല്യമുണ്ട്, അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെ ശല്യമുണ്ട്. അത്തരത്തിൽ കരടി ഇറങ്ങാറുണ്ട്, പുലി, കടുവ, ഇതൊക്കെയുണ്ട്. വലിയ തരത്തിലുള്ള വന്യജീവി ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഒരു മാറ്റം ഒരുപക്ഷെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അതെയോ ഇത് നിലവിലെ MLA അതെല്ലാം പരിഹരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനു മുൻപ് CPM-ന്റെ MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, പ്രശ്നമില്ലാതെയാണോ പോകുന്നതെന്നുള്ളതൊക്കെ അവരുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. അതറിഞ്ഞ് അവർ വോട്ട് ചെയ്യും, ആ ആൾ ജയിക്കും എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലെ നിലവിലെ ഒരു സ്ഥിതി. അത് തന്നെയാണ് രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഏത് രാജയാണ് ഈ കൂട്ടത്തിൽ നറുക്കു വീണ് നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഏപ്രിൽ 9 എന്താണ് ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതുന്നത് എന്ന് അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും മെയ് 4 വരെ അതിനുവേണ്ടി കാത്തിരിക്കണം എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.